അപ്പോൾ പത്രവാർത്തയിലേക്ക് കടന്നാൽ മലയാള മനോരമ രണ്ട് പ്രധാനപ്പെട്ട പേജുകൾ കൊടുത്തിട്ടുണ്ടെന്ന്. അതിൽ ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് ഇന്നലെ സുപ്രീം കോടതിയുടെ വിധി വന്നിരുന്നു. ഒരു ഇടക്കാല സ്റ്റേ ഉണ്ടായിരുന്നു. ആനയോട് എങ്ങനെ പറയും അകലം എന്ന തലക്കെട്ടിൽ മലയാള മനോരമ പത്രം ആ വാർത്ത കൈകാര്യം ചെയ്യുന്നു. ഒപ്പം ഇന്നലെ ഡൽഹിയിൽ കണ്ട പാർലമെന്റിന് പുറത്തുള്ള അസാധാരണമായ സംഭവ വികാസങ്ങളും മലയാള മനോരമ പ്രധാന വാർത്തയാക്കിയിട്ടുണ്ട്. സഭയ്ക്ക് പുറത്ത് കയ്യാങ്കളി എന്ന തലക്കെട്ടിലാണ് പാർലമെന്റിന് പുറത്ത് ഇന്നലെ BJP എംപിമാരും കോൺഗ്രസ് എംപിമാരും പ്രതിപക്ഷ എംപിമാരും തമ്മിലുള്ള ഏറ്റുമുട്ടൽ പത്രം കൈകാര്യം ചെയ്തിരിക്കുന്നത്. മാതൃഭൂമിയും അതേ രണ്ട് വാർത്തകൾ തന്നെയാണ് പ്രധാന ലീഡായി കൊടുത്തിരിക്കുന്നത്. അംബേദ്കറിൽ പൊള്ളി, പുറത്തു ചൂട്, പുറത്തും ചൂട് എന്ന തലക്കെട്ടാണ് മാതൃഭൂമി കൊടുത്തിരിക്കുന്നത്. 3 മീറ്റർ അകലം വേണ്ട, നിയന്ത്രണത്തിന് സ്റ്റേ എന്ന വിഷയം, അതായത് ആനയുടെ എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് നിയന്ത്രണം കൊണ്ടുവന്ന ഹൈക്കോടതി വിധി സ്റ്റേ ചെയ്ത വാർത്തയും മാതൃഭൂമി ആദ്യ പേജിൽ വലിയ പ്രാധാന്യത്തോടു കൂടി കൊടുക്കുന്നു. ഒരു മണിയാർ സമം 7 കമ്പനി എന്നുള്ള മണിയാർ വൈദ്യുതി പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാർ സ്വകാര്യ കമ്പനിയെ സഹായിക്കുന്നുവെന്ന ആരോപണം നിലനിൽക്കുന്നതിനിടയിൽ പത്രം പറയുന്നു, സർക്കാരിന് മനംമാറ്റമില്ല, കാർബോറണ്ടത്തിന്റെ ഓഫർ ഒഴിവാക്കില്ല, മണിയാറിൽ സ്വകാര്യ കമ്പനിക്ക് 300 കോടി രൂപയുടെ ലാഭമുണ്ടായിരിക്കുന്നു എന്ന് മാതൃഭൂമി പത്രം പറയുന്നു. ദേശാഭിമാനിയുടെ പ്രധാനപ്പെട്ട ലീഡ് തീർച്ചയായും ഇന്നലെ അംബേദ്കർ വിഷയത്തിൽ പ്രതിപക്ഷമുയർത്തിയ സമരം തന്നെയാണ്. നിലതെറ്റി BJP എന്നാണ് പത്രം കൊടുത്തിരിക്കുന്ന തലക്കെട്ട്. മാധ്യമത്തിൽ വഴിതിരിച്ച് BJP എന്ന തലക്കെട്ടാണ് പാർലമെന്റിന് പുറത്തുള്ള പ്രതിഷേധത്തിന്റെ വാർത്ത കൊടുത്തിരിക്കുന്നത്. ദ ഹിന്ദു പത്രം MPs ക്ലാഷ് ഔട്ട്സൈഡ് ഹൗസ് ഓവർ ഇൻസൾട്ട് ടു അംബേദ്കർ. അംബേദ്കറിനെ ഇൻസൾട്ട് ചെയ്യത്തക്ക വിധത്തിൽ MPമാർ പാർലമെന്റിന് പുറത്ത് തല്ലുകൂടി എന്നാണ് ദ ഹിന്ദു പത്രം കൊടുത്തിരിക്കുന്നത്. ഇതിലേറ്റവും നല്ല തലക്കെട്ടതാണ് MPs ക്ലാഷ് ഔട്ട്സൈഡ് ഹൗസ് ഓവർ ഇൻസൾട്ട് ടു അംബേദ്കർ. ഇൻസൾട്ട് വിത്ത് ഇൻവേർട്ടഡ് കോമ. ശരിക്കും പറഞ്ഞാൽ സഭയ്ക്ക് പുറത്തും സഭയ്ക്കകത്തുമൊക്കെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് നമ്മൾ കാണുന്നത് ബാബാ സാഹിബ് അംബേദ്കറിനെ അപമാനിക്കുന്ന ഒരു പ്രവർത്തികളല്ലേ എന്ന് ആരെങ്കിലും സംശയിച്ച് നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല. അതുപോലെ ഹിസ്ബുൾ കമാൻഡർ എമംഗ് 5 മിലിറ്റൻസ് കിൽഡ് ഇൻ കുൽഗാം. കുൽഗാമിൽ തീവ്രവാദികളുമായിട്ടുള്ള നുഴഞ്ഞുകയറ്റക്കാരുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ ഒരു ഹിസ്ബുൾ ഭീകരനെ അടക്കം വധിച്ചു എന്ന വാർത്തയും ദ ഹിന്ദു പത്രം ആദ്യ പേജിൽ നൽകുന്നു. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ലീഡായി ഇന്നത്തെ പത്രങ്ങളിലുള്ളത്. നമുക്കിനി ഓരോ വാർത്തകളും വിശദമായി തന്നെ പരിശോധിച്ചു വരാം. മലയാള മനോരമയിൽ ആനയുടെ നിയന്ത്രണം, ആന എഴുന്നള്ളിപ്പിലെ നിയന്ത്രണം, ഹൈക്കോടതിയുടെ നിയന്ത്രണം സുപ്രീം കോടതി സ്റ്റേ ചെയ്തതാണ് പ്രധാനപ്പെട്ട വാർത്ത ഇങ്ങനെയാണ്. ആന എഴുന്നള്ളിപ്പ്, ഹൈക്കോടതി ഉത്തരവിന് സുപ്രീം കോടതി സ്റ്റേ. ആനയോട് എങ്ങനെ പറയും അകലം? അപ്രായോഗിക നിർദ്ദേശങ്ങളിൽ നിന്ന് നിരീക്ഷണം. നിയമനിർമ്മാണാധികാരികൾക്ക് പകരമാകാൻ ഹൈക്കോടതികൾക്ക് കഴിയില്ല. എഴുന്നള്ളപ്പിൽ പങ്കെടുക്കുമ്പോൾ 3 മീറ്റർ അകലം പാലിക്കണമെന്ന് ആനകളോട് പറയുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ച സുപ്രീം കോടതി ക്ഷേത്രങ്ങളിലെ ആന എഴുന്നള്ളിപ്പിന് ഹൈക്കോടതി പുറപ്പെടുവിച്ച കടുത്ത നിയന്ത്രണങ്ങൾ സ്റ്റേ ചെയ്തു. തീർത്തും അപ്രായോഗിക നിർദ്ദേശങ്ങളാണ് ഹൈക്കോടതിയിൽ നിന്നുണ്ടായതെന്ന് ജഡ്ജിമാരായ BV നാഗരത്ന, NK സിംഗ് എന്നിവരുടെ ബെഞ്ച് നിരീക്ഷിച്ചു. 2012 നാട്ടാന പരിപാലന ചട്ടങ്ങൾ കർശനമായി പാലിച്ച് ആന എഴുന്നള്ളിപ്പ് നടത്താമെന്ന് കോടതി വ്യക്തമാക്കി. നവംബറിൽ ഹൈക്കോടതി പുറപ്പെടുവിച്ച ഉത്തരവിനെതിരെ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ നൽകിയ ഹർജിയിലാണ് സുപ്രീം കോടതിയുടെ ഇടക്കാല ഉത്തരവ്. ഹൈക്കോടതിയോട് ഒരുപാട് ചോദ്യങ്ങളൊക്കെ ചോദിച്ചു കേട്ടോ. നിങ്ങൾ ഈ 3 മീറ്റർ അകലം എന്നൊക്കെ പറഞ്ഞാൽ പ്രായോഗികമാണോ? ആനയും കാണികളും തമ്മിൽ 8 മീറ്റർ അകലം വേണമെന്ന് പറഞ്ഞാൽ അതൊക്കെ പ്രായോഗികമാണോ എന്നാണ് ഇന്നലെ സുപ്രീം കോടതി ചോദിച്ചത്. സ്വമേധയാ ഈ കേസ് പരിഗണിക്കേണ്ടിയിരുന്നില്ല എന്നാണ് ഇന്നലെ സുപ്രീം കോടതി പറഞ്ഞത്. ഹൈക്കോടതി ഉത്തരവിനെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് സുപ്രീം കോടതി നടത്തിയത്. നാട്ടാന പരിപാലന ചട്ടത്തിന്റെ ലംഘനം സംബന്ധിച്ച പരാതി എന്തെങ്കിലും ലഭിച്ചിട്ടില്ല. അങ്ങനെ ലഭിക്കാതിരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഹൈക്കോടതി സ്വമേധയാ ഈ വിഷയം പരിഗണിച്ചത്? അനാവശ്യമായിരുന്നു അങ്ങനെ സ്വമേധയാ പരിഗണിച്ചതെന്നാണ് ജസ്റ്റിസ് നാഗരത്ന നിരീക്ഷിച്ചത്. ശൂന്യതയിൽ നിന്നുള്ളതാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശങ്ങളെന്നും കുറ്റപ്പെടുത്തി. നാട്ടാന പരിപാലന ചട്ടത്തിന്റെ ലംഘനമാണെന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു വ്യക്തി കോടതിയെ സമീപിക്കുന്നതിന് മുമ്പ് കോടതി സ്വമേധയാ ആനയുടെ എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട നിയന്ത്രണത്തിന് ഇറങ്ങിത്തിരിച്ചത് ശരിയായില്ല എന്നാണ് സുപ്രീം കോടതി പറഞ്ഞതിന്റെ അർത്ഥം. മാതൃഭൂമിയിൽ അംബേദ്കറിന്റെ വാർത്തയെ കൈകാര്യം ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അംബേദ്കറിൽ പൊള്ളി, പുറത്തും ചൂട് എന്ന തലക്കെട്ടാണ് മാതൃഭൂമി ആ വാർത്തയ്ക്ക് നൽകിയിരിക്കുന്നത്. പാർലമെന്റിൽ പ്രതിഷേധം, കവാടത്തിൽ ഉന്തും തള്ളും. 2 BJP എംപിമാർക്ക് പരിക്ക്. രാഹുൽ ഗാന്ധിയുടെ പേരിൽ കേസ്. തന്നെ തള്ളിയിട്ടെന്ന് ഖാർഗെ. ഇരുവിഭാഗവും പരാതി നൽകി. ഭരണഘടനാ ശില്പി BR അംബേദ്കറെ കുറിച്ച് ആഭ്യന്തരമന്ത്രി അമിത്ഷാ നടത്തിയ പരാമർശത്തിനെതിരെ പാർലമെന്റിനകത്തും പുറത്തും പ്രതിഷേധം.
ഡൽഹിയിൽ നിന്ന് പുറത്തേക്കും പ്രതിഷേധ ചൂട് പടരുന്നത് BJPയെ പ്രതിസന്ധിയിലാക്കി. എത്ര ദിവസം അംബേദ്കർ വിഷയം ചർച്ച ചെയ്യുമോ അത്രയും BJPക്ക് തിരിച്ചടിയായിരിക്കും. ദിവസങ്ങളായി പ്രതിപക്ഷം പാർലമെന്റ് സ്തംഭിപ്പിക്കുന്നതിനോടൊപ്പം പ്രതിഷേധം മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്, കർണാടക നിയമസഭകളിലേക്കും വ്യാപിച്ചു. കോൺഗ്രസ് രാജ്യവ്യാപക പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. അമിത്ഷായുടെ രാജി ആവശ്യപ്പെട്ട് ഇന്ത്യ സഖ്യകക്ഷി നേതാക്കളും രംഗത്തെത്തിയിട്ടുണ്ട്. ജനാധിപത്യ മര്യാദകളുടെ സകല സീമകളും ലംഘിക്കുന്ന അപൂർവവും നാടകീയവുമായ രംഗങ്ങൾക്കാണ് വ്യാഴാഴ്ച പാർലമെന്റ് കവാടം സാക്ഷ്യം വഹിച്ചത്. മഹർദ്വാറിൽ ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും MP-മാർ തമ്മിലുണ്ടായ ഉന്തും തള്ളും കയ്യാങ്കളിയുടെ വക്കോളമെത്തി. എല്ലാം അംബേദ്കറിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞാൽ നമുക്കത് അങ്ങോട്ട് അത്ര വേഗം വിശ്വസിക്കുക കഴിയില്ല. അംബേദ്കറിൻ്റെ പേരിലുള്ള പിന്നാക്ക സമുദായത്തിൻ്റെ വോട്ടുറപ്പിക്കലാണ് ഇരുമുന്നണികളുടെയും ലക്ഷ്യമെന്ന കാര്യത്തിൽ സംശയമില്ല. അംബേദ്കറെ അപമാനിച്ചെന്ന് പരസ്പരം ആരോപിച്ച് പാർലമെന്റിന് പുറത്ത് പ്രതിഷേധിക്കുന്ന കോൺഗ്രസ് MP പ്രിയങ്ക ഗാന്ധിയും BJP MP ഹേമാങ് ജോഷിയുടെയും ചിത്രം ആദ്യ പേജിൽ തന്നെ പങ്കുവയ്ക്കുന്നു. രണ്ടുപേരും പ്ലക്കാർഡുകളും ഒക്കെ ഉയർത്തിപ്പിടിച്ചാണ് പ്രതിഷേധിക്കുന്നത്. ഒരാൾ നീലക്കുപ്പായത്തിലായിരുന്നു, അത് പ്രതിപക്ഷം. എന്നാൽ ഭരണപക്ഷം മറ്റു പ്ലക്കാർഡുകളും ഏന്തി കോൺഗ്രസ് ആണ് അംബേദ്കറിനെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചത്, ഇൻസൾട്ട് ചെയ്തത് എന്നതാണ് ഭരണപക്ഷത്തിന്റെ ആരോപണം. മാതൃഭൂമിയിലെ പ്രധാനപ്പെട്ട വാർത്ത അതാണ്. ഇനി മണിയാറുമായി ബന്ധപ്പെട്ട വാർത്തയും മാതൃഭൂമി ആദ്യ പേജിൽ കൊടുക്കുന്നു. അതെന്താണെന്ന് ഞാൻ വായിക്കാം. മണിയാർ ജലവൈദ്യുത പദ്ധതിയുടെ കരാർ കാർബോറാണ്ടം യൂണിവേഴ്സൽ ലിമിറ്റഡിന് പുതുക്കി നൽകാനുള്ള സർക്കാർ തീരുമാനം പുനഃപരിശോധിക്കാനിടയില്ല. വൈദ്യുതി മന്ത്രി K കൃഷ്ണൻകുട്ടിയുടെ എതിർപ്പ് പരിഗണിക്കേണ്ടതില്ല എന്നാണ് CPM നേതൃതലത്തിലെ ധാരണ. KSEBയുടെ ആവശ്യം വൈദ്യുതി മന്ത്രി ഉന്നയിക്കുന്നത് തെറ്റായി കാണേണ്ടതില്ല. കാർബോറാണ്ടം കമ്പനി സർക്കാരിന് നൽകിയ കത്തിൽ 7 പുതിയ കമ്പനികൾ തുടങ്ങുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇതടക്കം പരിഗണിക്കുമ്പോൾ കമ്പനിക്ക് കരാർ പുതുക്കി നൽകുന്നത് സംസ്ഥാനത്തിന് ഗുണകരമാണ് എന്നാണ് CPMന്റെയും മുഖ്യമന്ത്രിയുടെയും നിലപാടെന്നാണ് സൂചന. 25 വർഷത്തേക്ക് കൂടി കരാർ നീട്ടി നൽകണമെന്നാണ് കമ്പനി ആവശ്യപ്പെടുന്നത്. ഇതനുവദിച്ചാൽ കേരളത്തിലെ മൂലധന നിക്ഷേപം കൂട്ടി പുതിയ പദ്ധതികൾ നടപ്പിലാക്കും. ഗ്രഫീൻ മാനുഫാക്ചറിംഗ് ഫെസിലിറ്റി, വൈറ്റ് ഫ്യൂസ്ഡ് അലൂമിനിയം ഫാക്ടറി, ഫോമൈറ്റ് ഫാക്ടറി എന്നിവ നിലവിൽ കാർബോറാണ്ടത്തിൽ കേരളത്തിലുണ്ട്. എടപ്പള്ളിയിലെ അലൂമിന ഫ്യൂഷൻ ഫെസിലിറ്റിയുടെ വിപുലീകരണം അടക്കമുള്ള ഒട്ടേറെ പദ്ധതികൾ കാർബോറാണ്ടം കമ്പനിയുടെ പുതുതായിട്ട് രൂപീകരിക്കുന്ന 7 കമ്പനികൾ ചെയ്യുമെന്നും അങ്ങനെ നിക്ഷേപമൊക്കെ ഉണ്ടാവുമെന്നുമാണ് സംസ്ഥാന സർക്കാർ കണക്കാക്കുന്നത്. പക്ഷേ ഇത് അഴിമതിയാണ് എന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. ഇനി ദേശാഭിമാനിയിലേക്ക് എത്തിയാൽ, ദേശാഭിമാനിയിൽ അംബേദ്കർ അധിക്ഷേപം കത്തുന്നു, നിലതെറ്റി BJP എന്ന തലക്കെട്ടിലാണ് ആ വാർത്ത കൈകാര്യം ചെയ്തിരിക്കുന്നത്. നിയന്ത്രണങ്ങൾ അപ്രായോഗികം എന്ന തലക്കെട്ടിലാണ് സുപ്രീം കോടതി വിധി കൈകാര്യം ചെയ്തിരിക്കുന്നത്. ക്രിസ്മസിന് ക്ഷേമ പെൻഷൻ 1 ഗഡു എന്ന വാർത്ത പത്രം ആദ്യ പേജിൽ തന്നെ കൈകാര്യം ചെയ്യുന്നു. സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് 1 ഗഡു പെൻഷൻ അനുവദിച്ചു. ക്രിസ്മസ് പ്രമാണിച്ച് 62 ലക്ഷത്തോളം പേർക്കാണ് 1600 രൂപ വീതം ലഭിക്കുക. തിങ്കൾ മുതൽ തുക പെൻഷൻകാർക്ക് കിട്ടിത്തുടങ്ങുമെന്ന് ധനമന്ത്രി അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ക്രിസ്മസ് കാലത്തിന് ആളുകൾക്കൊക്കെ സന്തോഷിക്കാം. ക്ഷേമ പെൻഷൻ 1 ഗഡു വീട്ടിലേക്ക് എത്തും. 1600 ആണ്. 2 ഗഡു എത്തുമെന്നൊക്കെ ചിലർ പ്രതീക്ഷിച്ചിരുന്നു. 3200 രൂപ കിട്ടിയാൽ കൊച്ചുമക്കൾക്ക് കേക്കൊക്കെ വാങ്ങിച്ചു കൊടുക്കാം എന്ന് കരുതി ഇരുന്നവർ അല്പം നിരാശപ്പെടും. പക്ഷേ എങ്കിലും നിങ്ങൾക്ക് സന്തോഷിക്കാം. 1600 രൂപ 1 ഗഡു ക്രിസ്മസിന് നിങ്ങളുടെ കൈകളിലെത്തും. 4 മാസത്തെ കുടിശ്ശിക ബാക്കിയുണ്ട്. അത് അടുത്ത വർഷം കൊടുത്തു തീർക്കും എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല 6 വയസ്സുകാരി വീടിനുള്ളിൽ മരിച്ച നിലയിൽ എന്ന വാർത്ത ഇന്നലെ നമ്മൾ വളരെ ഞെട്ടലോട് കൂടിയാണ് കേട്ടത്. ആ വിഷയം റിപ്പോർട്ടർ TV ആദ്യം പ്രേക്ഷകരിലേക്ക് എത്തിച്ച വാർത്തയാണ്. ആ വാർത്തയും വലിയ പ്രാധാന്യത്തോടു കൂടി ദേശാഭിമാനി നൽകുന്നു. നെല്ലിക്കുഴി ഇരുമലപ്പടിക്ക് സമീപം ഉത്തർപ്രദേശ് സ്വദേശിനിയായ 6 വയസ്സുകാരി മുസ്താനെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിൽ ഈ മുസ്താനെ കൊലപ്പെടുത്തിയത് രണ്ടാനമ്മയാണ് എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. ആദ്യ അമ്മയല്ല. അച്ഛനെതിൽ പങ്കുണ്ടോ എന്നുള്ള കാര്യം ഇപ്പോൾ പോലീസ് അന്വേഷിക്കുന്നു. പിതാവ് അജാസ് ഖാൻ കസ്റ്റഡിയിലാണ് എന്നാണ് പത്രം റിപ്പോർട്ട് ചെയ്യുന്നത്. നിയമസഭയുടെ സാഹിത്യ സാംസ്കാരിക മേഖലകളിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം M. മുകുന്ദന് ലഭിച്ച വാർത്തയും നടി മീന ഗണേഷിന്റെ മരണ വാർത്തയും പത്രം ആദ്യ പേജിൽ പങ്കുവയ്ക്കുന്നുണ്ട്. അമിത്ഷായുടെ വീഡിയോ നീക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസിലെ MP-മാർക്കൊക്കെ X നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. അതും വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ടൊന്ന് പത്രങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, മറ്റൊരു വാർത്ത മനോരമയുടെ ഉൾപേജിലുള്ളത് വായിക്കാം. പോരാട്ടം ജയിച്ച് ജീസൽ, ഫ്രാൻസിന്റെ ഫെമിനിസ്റ്റ് ഹീറോ. ജീസൽ ഒരു കഥയുണ്ട് കേട്ടോ. ഞാൻ ആ കഥയൊന്ന് വായിച്ച് കേൾപ്പിക്കാം. മോവെത്യു പർവ്വതത്തിനു താഴെ മുന്തിരിവള്ളിയിൽ നൃത്തമാടുന്ന മസ എന്ന മനോഹര ഗ്രാമത്തിൽ നിന്ന് ഇത്തരത്തിൽ ഞെട്ടിപ്പിച്ചൊരു ഫ്രഞ്ച് ജീവിതകഥ സാഹിത്യ ഭാവനകളിൽ പോലും ലോകം പ്രതീക്ഷിച്ചില്ല. മരുന്നുകൊടുത്ത് ഭർത്താവ് മയക്കിക്കിടത്തിയ ജീസൽ പെലീക്കോ അയാൾ വിളിച്ചു വരുത്തിയ പുരുഷന്മാരുടെ ബലാത്സംഗത്തിനിരയായ 10 കാലത്തിന് പകരം ചോദിച്ചിരിക്കുന്നു. പീഡിപ്പിച്ചവർ ലജ്ജിക്കട്ടെ എന്ന് പ്രഖ്യാപിച്ച് പരസ്യ വിചാരണ ആവശ്യപ്പെട്ട് ജീസൽ നടത്തിയ നിയമപോരാട്ടത്തിനൊടുവിൽ ഭർത്താവ് ഡൊമിനിക് പെലോയ്ക്കയ്ക്ക് കോടതി ഇന്നലെ 20 കൊല്ലം തടവ് ശിക്ഷ വിധിച്ചു.
നൂറുകണക്കിന് പീഡന ദൃശ്യങ്ങളുടെ പരസ്യ പ്രദർശനം ഉൾപ്പെടെ വിചാരണയ്ക്കൊടുവിലാണ് അയാളും മറ്റ് 50 പ്രതികളും കുറ്റക്കാരെന്ന് 5-അംഗ ബെഞ്ച് വിധിച്ചത്. കൂട്ടുപ്രതികൾക്ക് 3 വർഷം മുതൽ 15 വർഷം വരെ തടവ് ശിക്ഷ. ഇത്തരം കേസുകളിൽ അതിജീവിത അപമാന ഭയത്തിൽ കാണാമറയത്ത് തുടരുന്ന പതിവ് കാറ്റിൽ പറത്തിയ ജീസൽ ഫ്രാൻസിന്റെയും ലോകത്തിന്റെയും ആരാധനാപാത്രമാണ്. തെറ്റൊന്നും ചെയ്യാത്തവളുടെ ധീരതയും ആത്മവിശ്വാസവും ഒരു ചെറുപുഞ്ചിരിയിലൊതുക്കി ശാന്തത തുളുമ്പുന്ന കണ്ണുകളുമായി അവർ കോടതി മുറിയിലിരുന്നു. ലജ്ജിക്കേണ്ടത് താനല്ല, തന്നോട് ക്രൂരത കാട്ടിയവരാണെന്ന നിലപാട് ജീസൽ 72-ാം വയസ്സിലും ആവർത്തിച്ചു. സൂപ്പർ മാർക്കറ്റിൽ സ്ത്രീകളുടെ ചിത്രമെടുത്തതിന് 2020 പിടിയിലായ ഡൊമിനിക് പെലിക്കോയെ പറ്റി പോലീസ് കൂടുതൽ അന്വേഷിച്ചപ്പോഴാണ് കമ്പ്യൂട്ടറിൽ ചിട്ടയായി സൂക്ഷിച്ച ബലാത്സംഗ വീഡിയോകൾ കണ്ടെത്തിയത്. 2011-20 ഓൺലൈനിൽ പരിചയപ്പെട്ടവരെയാണ് ഡൊമിനിക് ഭാര്യയുമായി ബലാത്സംഗത്തിനു വേണ്ടി വീട്ടിലേക്ക് ക്ഷണിച്ചുകൊണ്ടുവരുത്തിയതും മയക്കിക്കിടത്തി തന്റെ ഭാര്യയെ ക്രൂരമായി ബലാത്സംഗം ചെയ്തതും. ഈ വിഷയത്തിലാണ് ഫ്രാൻസിൽ 20 വർഷം തടവ് ശിക്ഷ ഇപ്പോൾ വിധിച്ചിരിക്കുന്നത്. ഒരു പതിറ്റാണ്ട് അപരിചിതരുടെ ബലാത്സംഗത്തിനിരയാക്കിയ ഒരു ഭാര്യയ്ക്ക് നീതി കിട്ടിയിരിക്കുന്നു. ആ ജീസൽ അടുക്കളയിലെ അല്ലെങ്കിൽ വീടിനുള്ളിലെ പീഡനത്തിൽ നിശബ്ദയാവാതെ പുറത്തു വന്ന് കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞിരിക്കുന്നു. ഗാർഹിക പീഡനം അനുഭവിക്കുന്ന എല്ലാ സ്ത്രീകൾക്കും ജീസൽ ഒരു പ്രതീക്ഷയാണ്, ഒരു കരുത്താണ്. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ വീട്ടിലുള്ള പങ്കാളിയെ, പ്രത്യേകിച്ച് പെൺകുട്ടികളെ, നിങ്ങൾ വളരെ ഏതെങ്കിലും തരത്തിൽ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒക്കെ വേദനിപ്പിക്കുകയാണെങ്കിൽ, ഗാർഹിക പീഡനം സഹിക്കാവുന്നതിലും അപ്പുറത്താണെങ്കിൽ നിങ്ങൾ വിസ്മയെ പോലെ ജീവിതം ഒടുക്കുകയല്ല വേണ്ടത്. ജീസലിനെ പോലെ പൊതുസമൂഹത്തിൽ ഇറങ്ങി നിന്ന് ആരാണോ നിങ്ങളെ ഗാർഹികമായ പീഡനത്തിനിരയാക്കിയത് അവർക്കെതിരെ ശബ്ദിക്കുകയാണ് വേണ്ടത് എന്നൊരിക്കൽ കൂടി പറയട്ടെ. അതിനുള്ള ഒരു വലിയ പ്രതീക്ഷയും കരുത്തുമാണ് ജീസൽ എന്ന 72 വയസ്സുള്ള വയോധിക നൽകുന്നത്. പ്രിയപ്പെട്ടവരെ, മറ്റു ചില പ്രധാനപ്പെട്ട വാർത്തകൾ കൂടി ഇന്നിപ്പോൾ പത്രങ്ങളിലുണ്ട്. ഞാൻ മാതൃഭൂമി പത്രത്തിലെ ആദ്യത്തെ പേജിൽ ഉള്ള വാർത്തകൾ കൂടി ഒന്ന് നോക്കിപ്പോകാം. തീർച്ചയായും വഴിതിരിച്ച് BJP എന്ന തലക്കെട്ടിലാണ് മാധ്യമം ദില്ലി പാർലമെന്റിലെ വാർത്തകളെ കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഒപ്പം 6 പേർക്ക് സസ്പെൻഷൻ കിട്ടിയ വാർത്തയും മാധ്യമം ആദ്യ പേജിൽ കൈകാര്യം ചെയ്യുന്നു. ക്ഷേമ പെൻഷനിലെ അനർഹർ, അത് നമ്മളെ റിപ്പോർട്ടർ TV ആണ് ഇന്നലെ ആ ഉത്തരവാദ്യം ബ്രേക്ക് ചെയ്തത്. തുക 18% പിഴ സഹിതം തിരിച്ചുപിടിക്കും. ആരാണ്? സാമൂഹിക സുരക്ഷാ പെൻഷൻ അനർഹമായി കൈപ്പറ്റിയ ജീവനക്കാർക്കെതിരെ സർക്കാർ നടപടി തുടങ്ങി എന്നാണ് വാർത്ത. മണ്ണ് സംരക്ഷണ വകുപ്പിലെ 6 ജീവനക്കാരെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. മറ്റു വകുപ്പുകളിലെ ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയ ഉദ്യോഗസ്ഥർക്കെതിരെയും ഉടൻ നടപടി ഉണ്ടാവും. 2 കോളേജ് അധ്യാപകര്, 5ഓളം ഹയർ സെക്കൻഡറി അധ്യാപകരടക്കം ഗസറ്റഡ് റാങ്കിൽപ്പെട്ട ഉദ്യോഗസ്ഥരും ഇതേപോലെ സാമൂഹിക ക്ഷേമ പെൻഷൻ വാങ്ങിച്ച് സർക്കാരെ പറ്റിക്കാൻ ശ്രമിച്ചു എന്നതാണ് പ്രധാനപ്പെട്ട പരാതി. ഇനി ദ ഹിന്ദുവിലേക്ക് കൂടി പോയാൽ, ദ ഹിന്ദുവിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മനോഹരമായ തലക്കെട്ടാണ് കൊടുത്തിരിക്കുന്നത്. പാർലമെന്റിലെ പ്രതിഷേധങ്ങൾക്ക് MPs clash outside house over insult to അംബേദ്കർ എന്നാണ് ദ ഹിന്ദു കൊടുത്തിരിക്കുന്ന തലക്കെട്ട്. ദ ഹിന്ദുവിൽ പറയുന്നു, ടു BJP members injured, FIR against Rahul for causing grievous hurt, endangering life using criminal force. Congress MP says ruling party leaders manhandled them, file counter complaint. പരാതിയും മറുപരാതിയും ഒക്കെയായി പ്രതിഷേധത്തിന്റെ വാർത്ത സജീവമായിട്ടുണ്ട്. മാത്രവുമല്ല, ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടൊരു വാർത്തയും ദ ഹിന്ദു പത്രം ആദ്യ പേജിൽ തന്നെ കൊടുക്കുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, കേരള ഹൈക്കോർട്ട് expands mandate of nodal officer. ഹൈക്കോർട്ട് ബെഞ്ച് says care must be taken to safeguard the privacy of the complaints. കൂടുതൽ ആളുകൾക്കും മൊഴി നൽകാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോഡൽ ഓഫീസറുടെ അധികാര പരിധി വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്ന വാർത്തയുമുണ്ട്. സുപ്രീം കോടതി സ്റ്റേസ് ഹൈക്കോർട്ട് ഓർഡർ ഓൺ എലിഫന്റ് പരേഡ്സ് ഇൻ പൂരം. ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ടുള്ള ഹൈക്കോടതിയുടെ നിയന്ത്രണങ്ങൾ സ്റ്റേ ചെയ്തുകൊണ്ടുള്ള സുപ്രീം കോടതി വിധിയും ദ ഹിന്ദു പത്രത്തിൽ പ്രധാന വാർത്തയായി ആദ്യ പേജിൽ ഇടം പിടിക്കുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 1 മിനിറ്റ് ആയിരിക്കുന്നു. ഇന്ന് ഡിസംബർ മാസം 20-ാം തീയതി, ധനുമാസം 5. ചൂടുള്ള വാർത്തയിലേക്ക് നമ്മൾ കടക്കുന്നു ഈ തണുപ്പുള്ള പ്രഭാതത്തിൽ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കണ്ടു